പൂഞ്ഞാർ കന്യകാമാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ ഉണ്ടായത് വളരെ വേദനാജനകമായ സംഭവമാണ്. ഒരു കൊറോനാപ്പള്ളി എന്ന നിലയിൽ വളരെ പ്രസിദ്ധമായ പൂഞ്ഞാർ പള്ളി. ആ പള്ളിയുടെ ഗ്രൗണ്ടിൽ മെയിൻ റോഡിൽ ചേർന്ന ഗ്രൗണ്ടാണ്. മെയിൻ റോഡിലാണ് പള്ളി ഇരിക്കുന്നത്. ഈരാറ്റുപേട്ടക്കാരായ 7ഓളം ചെറുപ്പക്കാർ കാറിലും 3 ചെറുപ്പക്കാർ മോട്ടോർ സൈക്കിളും അന്ന് പള്ളിമുറ്റത്ത് കാണിക്കാത്ത കോപ്രായങ്ങളൊന്നുമില്ല. മടുത്ത വികാരിച്ച് ഇവിടെ ഇല്ലായിരുന്നു. കൊച്ചച്ചോറ് നല്ല വൈദികനാണ്, ആരോടും കയർത്ത് സംസാരിക്കുന്നത് നല്ല വൈദികനാണ്. അദ്ദേഹം താഴെ ചെന്ന് നിങ്ങളിവിടെ ബഹളം ഉണ്ടാക്കാതെ പോകണം എന്നൊന്ന് പറഞ്ഞുപോയി. അതാണ് അച്ഛൻ ചെയ്ത തെറ്റ്. നിങ്ങൾ ഈ വെള്ളി പള്ളിമുറ്റത്ത് കാണിക്കുന്നത് ശരിയല്ല, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. പ്രതിഷേധം വലിയ തോതിൽ അക്രമത്തിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടിയ ജനത്തിൻ്റെ വികാരം വളരെ വലുതാണ്. കാരണം ഇത്രയും നല്ലൊരു വൈദികർ, വികാരിയും കൊച്ചച്ഛൻ, അവരോട് ഈ നിലയിലാണ് പ്രവർത്തിക്കുന്നെങ്കിൽ ഇവന്മാർ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താ ചെയ്യുന്നത്, എന്ത് വൃത്തികേടും ചെയ്യാന്നുള്ള നിലയായിപ്പോയില്ലേ. ഏതായാലും പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ആ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം സമാധാനപരമായ യോഗം തീർന്ന് പിരിയാനാണ് ഞങ്ങളെല്ലാം പറയുന്നത്. ഞാനും അഭിപ്രായത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇതിന് മുമ്പ് ഈ പള്ളിയുടെ ഒരു കുരിശുപള്ളി അടുത്തുണ്ട്, ചില മലയിൽ, അവിടെ ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഇത് രണ്ടും കൂടെ താരതമ്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ആളുകൾ. അത് താരതമ്യപ്പെടുത്തരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് അവിടെ കുരിശുപള്ളിയിൽ പോയി വൃത്തികേട് കാണിച്ചത് ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം 3 വിഭാഗത്തിൽപ്പെട്ട പിള്ളേരുമാണ്. ചെറുപ്പക്കാരുടെ അഹങ്കാരമാണ്. ഞാനത് പറഞ്ഞു തീർത്തു. ഞാൻ തീർക്കാൻ കാരണം എന്താ വെച്ചാൽ വർഗീയതയായിരുന്നില്ലത്. ഒരു ക്രിസ്ത്യൻ സമൂഹത്തോടുള്ള വൈരാഗ്യമോ പള്ളിയോടുള്ള മുടക്കമോ ആയിരുന്നില്ല. അതിനകത്ത് ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിമും ഉണ്ട്. അവരുടെ എല്ലാം കാരണവന്മാരെ സ്റ്റേഷനിൽ ഒരു 10 പ്രാവശ്യം വരുത്തി ക്ഷമം പറയിച്ച ആ പ്രശ്നം വികാരിച്ചൻ്റെ വെളിമുറി ഒന്ന് ക്ഷമ പറയിച്ച ആ പ്രശ്നം തീർത്ത് വിട്ടത്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു പറ്റം ഗുണ്ടകൾ, ചെറുപ്പക്കാരാണല്ലോ, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു പറ്റം വൃത്തികെട്ടവന്മാർ പള്ളിക്കകത്ത് കയറി ഈ നിലയിൽ റൗഡിസം കാണിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചച്ഛൻ വളരെ പാവ ഒരു വൈദികൻ. അത് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാണ് അച്ഛനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്തും ആകാം ഇവിടെ. ഏതായാലും പോലീസ് ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണർന്ന പോലീസ് ഇനി ഉണർന്ന് തന്നെ ഇരിക്കണം, ഇല്ലേ കുഴപ്പമുണ്ടാവും. ഇല്ലെങ്കിൽ ഇടവക മാത്രമല്ല, ഇത് വൈകാരികമായി ഇവിടുത്തെ ഈ റൗഡിസത്തിനെതിരെ, ഈരാറ്റുപേട്ട റൗഡിസം എന്നല്ലേ ഇതിന് പറയാൻ പറ്റുള്ളൂ. ഈരാറ്റുപേട്ട മാന്യന്മാരെ ഒത്തിരിയേറെ മുസ്ലിം സഹോദരങ്ങളുണ്ട്. അതുകൊണ്ട് ശക്തമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകണം. ജനങ്ങളുടെ ഭാഗത്തു നിന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടാവും. അതുണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാരണവശാലും ഈ കള്ളന്മാരെ, കശ്മലന്മാരെ രക്ഷിക്കാൻ ആരും ഇറങ്ങരുത്. ഇറങ്ങുന്നവരും ഇവിടുത്തെ സമൂഹത്തിൻ്റെ ശത്രുവായി കണക്കാക്കും എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ.